ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂളിലെ യൂണിയൻ പട്ടികയിൽ താഴെ പറയുന്നവയിൽ ഏതൊക്കെ ഉൾപ്പെടുന്നു? 1. ആയുധങ്ങൾ, തോക്കുകൾ, വെടിമരുന്ന്, സ്ഫോടക വസ്തുക്കൾ. 2. പൊതുജനാരോഗ്യവും ശുചിത്വവും. 3. മത്സ്യബന്ധനം. 4. വിദ്യാഭ്യാസം. ഓപ്ഷൻസ്: എ 1 മാത്രം, ബി 2ഉം 3ഉം, സി 2 മാത്രം, ഡി 1ഉം 3ഉം. ആൻസർ ഓപ്ഷൻ എ ആണ്, 1 മാത്രം. ആയുധങ്ങൾ, തോക്കുകൾ, വെടിമരുന്ന്, സ്ഫോടക വസ്തുക്കൾ എന്നിവയാണ് യൂണിയൻ്റെ പട്ടികയിൽപ്പെടുന്ന കാര്യങ്ങൾ. പൊതുജനാരോഗ്യവും ശുചിത്വവും മത്സ്യബന്ധനം എന്നിവ സ്റ്റേറ്റ് ലിസ്റ്റിലും വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെടുന്നു. തെറ്റല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9 പഞ്ചായത്ത് രാജിനെ സംബന്ധിക്കുന്നതാണ്. 2. 73-ാം ഭേദഗതി പ്രകാരം പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട 29 വിഷയങ്ങൾ 12-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3. 73-ാം ഭരണഘടനാ ഭേദഗതിയിൽ ഗ്രാമസഭകൾ രൂപീകരിക്കണമെന്ന വ്യവസ്ഥയുണ്ട്. ഓപ്ഷൻസ്: എ 1ഉം 2ഉം, ബി 2ഉം 3ഉം, സി 1ഉം 3ഉം, ഡി എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഇവിടെ തെറ്റല്ലാത്ത പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് ശരിയായ പ്രസ്താവന. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം. ഈ 2 പ്രസ്താവനകളാണ് ശരിയായത്. രണ്ടാമത്തെ പ്രസ്താവനയിൽ പറയുന്നത് തെറ്റാണ്. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 11-ാം പട്ടികയിലാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായത് ഏതാണ്? 1. പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നു. 2. CAG കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 150 ആണ്. 3. പ്രസിഡന്റ് ആഗ്രഹിക്കുന്ന അത്രയും കാലം CAGക്ക് പദവിയിൽ തുടരാവുന്നതാണ്. ഓപ്ഷൻസ്: എ 1 മാത്രം, ബി 2 മാത്രം, സി 2ഉം 3ഉം, ഡി 1ഉം 2ഉം 3ഉം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം പ്രസ്താവനകൾ തെറ്റാണ്. CAG കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 148 ആണ്. CAGയുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. താഴെ പറയുന്നവയിൽ ഏതൊക്കെ നിർദ്ദേശക തത്വങ്ങളാണ് സ്വഭാവത്തിൽ സോഷ്യലിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്? 1. ഏകീകൃത സിവിൽ കോഡ്. 2. തുല്യ ജോലിക്ക് തുല്യ വേതനം. 3. ഗോവധ നിരോധനം. 4. മതിയായ എല്ലാ ഉപജീവന മാർഗങ്ങളും ലഭ്യമാക്കുക. ഓപ്ഷൻസ്: എ 2ഉം 4ഉം മാത്രം, ബി 2ഉം 3ഉം മാത്രം, സി 1ഉം 2ഉം 3ഉം, ഡി 3ഉം 4ഉം മാത്രം. ആൻസർ ഓപ്ഷൻ എ ആണ്, 2ഉം 4ഉം മാത്രം. ഇവിടെ സോഷ്യലിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമൂഹികപരമായ സമത്വം എന്നാണ്. തുല്യ ജോലിക്ക് തുല്യ വേതനവും മതിയായ എല്ലാ ഉപജീവന മാർഗങ്ങളും എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതുമാണ് സോഷ്യലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകീകൃത സിവിൽ കോഡിനെ സംബന്ധിക്കുന്ന അനുച്ഛേദം 44 ആണ്. തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ അനുച്ഛേദം 39A ആണ്. ഗോവധ നിരോധത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 48 ആണ്. മതിയായ എല്ലാ ഉപജീവന മാർഗങ്ങളും ലഭ്യമാക്കുക എന്നതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 16ലാണ്. അവസര സമത്വമാണ് ഉദ്ദേശിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? 1. മനുഷ്യാവകാശ ലംഘനമുണ്ടായാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കമ്മീഷന് കേസെടുക്കാൻ സാധിക്കുകയുള്ളൂ. 2. മനുഷ്യാവകാശ കമ്മീഷന് മനുഷ്യാവകാശ ലംഘനമുണ്ടായാൽ സ്വമേധാ കേസെടുക്കാം. 3. കേസുകളിൽ ശിക്ഷാ നടപടികൾക്ക് ശുപാർശ ചെയ്യുന്നതിനുള്ള അവകാശം മാത്രമേ കമ്മീഷനുള്ളൂ. ഓപ്ഷൻസ്: എ 1ഉം 2ഉം, ബി 1ഉം 3ഉം, സി 2ഉം 3ഉം, ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. രാഷ്ട്രപതിയെ തൽസ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള ഇംപീച്ച്മെൻറ്റിനെ പറ്റി ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് പ്രസിഡന്റിന് നൽകിയതിനു ശേഷം മാത്രമേ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാനാവൂ. 2. ഇംപീച്ച്മെന്റ് പ്രമേയം ലോക്സഭയിലോ രാജ്യസഭയിലോ സമർപ്പിക്കാം. 3. ഇംപീച്ച്മെന്റ് പ്രമേയം പാസാക്കുന്നതിനായി സഭയിലെ 2/3 അംഗങ്ങളുടെ ഭൂരിപക്ഷം ആവശ്യമാണ്. 4. ഇതുവരെ ഒരേ ഒരു പ്രസിഡന്റിനെ മാത്രമേ ഇംപീച്ച് ചെയ്തിട്ടുള്ളൂ. ഓപ്ഷൻസ്: എ 1ഉം 2ഉം 3ഉം, ബി 2ഉം 3ഉം 4ഉം, സി 2ഉം 3ഉം, ഡി 1ഉം 2ഉം 4ഉം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. ഇതുവരെ ഇന്ത്യയിൽ ഒരു പ്രസിഡന്റിനെയും ഇംപീച്ച് ചെയ്തിട്ടില്ല.
ഇംപീച്ച്മെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 61. താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ അനുച്ഛേദങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? 1. അനുച്ഛേദം 30 ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള അവകാശം. 2. അനുച്ഛേദം 18 ജീവിക്കുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. 3. അനുച്ഛേദം 24 ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല. അനുച്ഛേദം 14 സർക്കാർ ഉദ്യോഗസ്ഥങ്ങളിൽ പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പു നൽകുന്നു. ഓപ്ഷൻസ്: എ 1 മാത്രം, ബി 2 മാത്രം, സി 3 മാത്രം, ഡി 4 മാത്രം. ആൻസർ ഓപ്ഷൻ എ ആണ്, 1 മാത്രം ശരിയാണ്. ആർട്ടിക്കിൾ 18 പദവികൾ നിരോധിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ജീവിക്കുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നത് ആർട്ടിക്കിൾ 21 ആണ്. അനുച്ഛേദം 24 ബാലവേല നിരോധനത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല എന്നത് അനുച്ഛേദം 20 പറയുന്നത്. അനുച്ഛേദം 14 പറയുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന കോൺസെപ്റ്റാണ്. സർക്കാർ ഉദ്യോഗസ്ഥങ്ങളിൽ പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം 16 കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 1. 1993 ഡിസംബർ 4 നിലവിൽ വന്നു. 2. നിയമിക്കുന്നത് ഗവർണറാണ്. 3. ആർട്ടിക്കിൾ 243 പ്രകാരമാണ് സ്ഥാപിതമായത്. 4. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന ചുമതല. ഓപ്ഷൻസ്: എ 1, 3, 4, ബി 2, 3, 4, സി 1, 2, 3, ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ചാൽ സംസ്ഥാന നിയമം അതാത് സംസ്ഥാനങ്ങളിൽ സാധുതയുള്ളതായിരിക്കും. 2. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ചാൽ കേന്ദ്ര നിയമം മാത്രം സാധുതയുള്ളതാവും. 3. വിദ്യാഭ്യാസം, വനം എന്നീ വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 4. ബാങ്കിംഗ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഓപ്ഷൻസ്: എ 1, 2, 3, ബി 3, 4, സി 2, 3, ഡി 1, 4. ആൻസർ ഓപ്ഷൻ സി ആണ്, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രം നിയമം നിർമ്മിച്ചാൽ അത് സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. ബാങ്കിങ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? 1. രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. 2. തിരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. 3. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ, സംസ്ഥാന നിയമസഭ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 4. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 15 തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഓപ്ഷൻസ്: എ 1, 2, 3, ബി 2, 3, 4, സി 1, 3, 4, ഡി എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. ജമ്മു കാശ്മീർ ഔദ്യോഗിക ഭാഷാ നിയമം 2020 പ്രകാരം ജമ്മു കാശ്മീരിൻ്റെ ഔദ്യോഗിക ഭാഷകളാക്കിയ ഭാഷകളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? 1. കാശ്മീരി, 2. ബോഡോ, 3. ഡോഗ്രി, 4. ഉറുദു, 5. ഹിന്ദി, 6. ഇംഗ്ലീഷ്. ഓപ്ഷൻസ്: എ 1, 4, ബി 2 മാത്രം, സി 4 മാത്രം, ഡി 5 മാത്രം. ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. GST കൗൺസിൽ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? 1. GST കൗൺസിലിൻ്റെ ചെയർമാനാണ് പ്രധാനമന്ത്രി. 2. GST കൗൺസിൽ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 279A ആണ്. 3. മുഖ്യമന്ത്രിമാർ GST കൗൺസിലിൻ്റെ അംഗങ്ങളാണ്. 4. GST കൗൺസിലിൻ്റെ ചെയർമാനാണ് കേന്ദ്ര ധനകാര്യമന്ത്രി. ഓപ്ഷൻസ്: എ 2, 3, 4, ബി 2, 4, സി 1, 3, 4, ഡി 1, 3. ആൻസർ ഓപ്ഷൻ ബി ആണ്, 2, 4 പ്രസ്താവനകൾ ശരിയാണ്. 1955 പൗരത്വ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള രീതികൾ ഏവ? 1. ജനനം, 2. വംശപാരമ്പര്യം, 3. രജിസ്ട്രേഷൻ, 4. പ്രകൃതിവൽക്കരണം. ഓപ്ഷൻസ്: എ 1, 2, ബി 1, 4, സി 1, 3, 4,
ഡി 1, 2, 3, 4. ആൻസർ ഓപ്ഷൻ ഡി ആണ്. മേൽപ്പറഞ്ഞ 4 ഇന്ത്യൻ പൗരത്വം നേടാനുള്ള രീതികളാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് മിനി ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ? 1. മൗലികാവകാശങ്ങളെക്കാൾ മാർഗനിർദ്ദേശ തത്വങ്ങൾക്ക് മുൻഗണന നൽകി. 2. ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂ അധികാരം വെട്ടിക്കുറച്ചു. 3. സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. 4. ഭരണഘടനയുടെ ആമുഖത്തിൽ പരമാധികാരം എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. ഓപ്ഷൻസ് എ 1, 2, ബി 2, 3, 4, സി 1, 2, 3, ഡി 1, 2, 3, 4. ആൻസർ ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? 1. ലോക്സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നു. 2. രാജ്യസഭയിലെ മുഴുവൻ അംഗങ്ങളും രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നു. 3. സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ വോട്ട് ചെയ്യുന്നു. 4. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണർമാർ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജിലെ അംഗങ്ങളാണ്. ഓപ്ഷൻ എ 1, 3, ബി 2, 4, സി 1, 2, 3, ഡി 1, 2, 3, 4. തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 4 പ്രസ്താവനകൾ തെറ്റാണ്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും സംസ്ഥാന നിയമസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്.